മലപ്പുറം പൊന്നാനി ഹാർബറിൽ യുവതിയെ കൊന്നു കുഴിച്ചിട്ടത് ഭർത്താവ് മുഹമ്മദ്. സംശയം മൂലമാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച മുഹമ്മദിനെ പോലീസ് പിടികൂടി. ഇന്ന് രാവിലെയാണ് യുവതിയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ പൊന്നാനി ഹാർബറിൽ കണ്ടെത്തുന്നത്. അന്വേഷണത്തിൽ മൃതദേഹം പൊന്നാനി സ്വദേശി 22-കാരി ഫാത്തിമയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടെ ഫാത്തിമയും ഭർത്താവ് മുഹമ്മദും ബീച്ചിൽ വന്നിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. മുഹമ്മദിനെ അന്വേഷിച്ച് പോലീസെത്തുമ്പോൾ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു പ്രതി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അന്ന് രാവിലെ ഇവിടുത്തെ പ്രദേശവാസികളാണ് കണ്ടിട്ട് അങ്ങനെ സിന്റെ അടുത്ത് വരും പറഞ്ഞവരാണ് ആദ്യം ബോഡി കണ്ടത്. ബോഡി നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തിരുന്നില്ല, ആരാണെന്നുള്ളത് മനസ്സിലായിരുന്നില്ല, ഏത് ഭാഗത്തുള്ള ആളാണെന്നുള്ളത് പ്രദേശവാസികൾക്കും. കാരണം ബോഡിയുടെ ഫേസ് മണലിൽ താഴ്ന്നു കിടക്കുക. അപ്പോൾ നമ്മൾ ഫോറൻസിക് ടീമൊക്കെ വരാൻ വേണ്ടിയിട്ട്, ഫിംഗർ പ്രിൻറ്റും എല്ലാ ടീമും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ്. അപ്പോൾ അവർ വന്നതിന് ശേഷം ബോഡി നമ്മൾ മലർത്തി കിടത്തിയപ്പോഴാണ് ഈ പരിസരത്തുള്ള ഒരു സഹോദരി തന്നെയാണെന്നുള്ളത്. അവരുടെ സിസ്റ്ററും പിന്നെ ഭർത്താവിൻ്റെ അനിയനും വന്നിട്ട് ബോഡി കണ്ടിട്ടുണ്ട്. ഫാദറിൻ്റെ അനിയനും. ഫാത്തിമ എന്നാണ്. 22 ഇവരുടെ ഹസ്ബൻഡ് മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. മരണത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അതൊരു ഏത് രീതിയിലുള്ള മരണമാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുന്നു. പക്ഷെ അസ്വാഭാവിക മരണമാണ്, സാധാരണ മരണമല്ല. പ്രത്യക്ഷത്തിന് സാധാരണ മരണം. ഇനി നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ടീം പുറത്ത് ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം, ഫോറൻസിക്കിൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനൊക്കെ അതിനനുസരിച്ചിട്ട് ബാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. കാലത്ത് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ സംഗതികളും ഓൾറെഡി നമ്മൾ FIR ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറൊരു പാരലായിട്ടൊരു ടീം നോക്കിയിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. നമ്മൾ എല്ലാ ആംഗിളും നമ്മൾ ഹസ്ബൻഡാണ് എന്നുള്ള രീതിയിൽ തറപ്പിച്ച് പറയാറായിട്ടില്ല. പക്ഷെ അല്ല എന്നുള്ളതും നമ്മൾ പറയുന്നില്ല. എല്ലാ ആംഗിളും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ രാത്രി 10 മണിക്ക് ഈ സഹോദരിനെ അവിടെ കണ്ടു എന്നുള്ള ചില സാക്ഷികൾ പറയുന്നുണ്ട്. അവർ അല്ല അവരെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആ ആള് ഭർത്താവാണോ എന്നുള്ളത് ഞങ്ങൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക, അത് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുക. ആവാൻ സാധ്യതയുണ്ട്. ബാക്കി നടപടി ചെയ്യും. ഇന്നലെ രാത്രി ബീച്ചിലേക്കെത്തിയ ഫാത്തിമയെ ഷാൾ കഴുത്തിൽ മുറുക്കി മുഹമ്മദ് കൊലപ്പെടുത്തുകയായിരുന്നു. ഇവർക്ക് 4 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. ഫാത്തിമയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന പേരിൽ ഇരുവരും തർക്കങ്ങൾ പതിവായിരുന്നു.